കണ്ണൂർ നഗരത്തിൽ 8 കടകളിൽ മോഷണം. പയ്യാമ്പലം റോഡിലെ വൈൽഡ് കഫേയിൽ നിന്ന് 1 ലക്ഷം രൂപ മോഷണം പോയി. പ്രസ് ക്ലബ്ബ് പരിസരത്ത് 6 കടകളിൽ മോഷണം നടന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിഖിൽ അളവൂരാണ് വിവരങ്ങളുമായി ചേരുന്നത്. നിഖിൽ, ഒരു രാത്രി 8 കടകളിൽ മോഷണം, അങ്ങനെയാണോ നിലവിൽ ഉണ്ടായിരിക്കുന്നത്? ഈ മോഷ്ടാവിനെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഒരു CCTV ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അതിൽ മുഖമൊക്കെ പതിഞ്ഞിട്ടുണ്ടോ? ആളെ തിരിച്ചറിയാനായിട്ടുണ്ടോ? പോലീസ് അന്വേഷണത്തിൽ എന്ത് വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്? ശേഷം തിരിച്ചു പോകുന്നതെന്ന് കരുതുന്ന മോഷ്ടാവിന്റെ ദൃശ്യങ്ങളുണ്ട്. മാത്രമല്ല, ഈ പ്രസ് ക്ലബ്ബ് പരിസരത്തെ കടകളിൽ കയറുന്ന ആ മോഷ്ടാവിന്റെ ദൃശ്യങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്നലെ രാത്രിയാണ് പ്രസ് ക്ലബ്ബ് പരിസരത്തെ 7 ഇടങ്ങളിൽ മോഷണം നടന്നത്. 7 കടകളിലാണ്. അത് മൊബൈൽ സ്പെയർ പാർട്സുകൾ വിൽപ്പന നടത്തുന്ന കടകളുണ്ട്, വസ്ത്ര വ്യാപാരശാലകളുണ്ട്, കത്തി വിൽപ്പന നടത്തുന്ന കടകളുണ്ട്. അങ്ങനെ 7 കടകളിലാണ് മോഷണം നടന്നത്. ഈ പല കടകളിൽ നിന്നായി 5000, 2000, 3000 അങ്ങനെയായിട്ടാണ് പണം മോഷണം പോയിട്ടുള്ളത്. പണം മാത്രമാണ് മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് നിലവിൽ വ്യാപാരികൾ പറയുന്നത്. ഈ മോഷ്ടാവ് കടയിൽ അകത്തേക്ക് കയറിയതിലും ഒരു പ്രത്യേകതയുണ്ട്. ഈ റൂഫിന് മുകളിലൂടെ നടന്നു, അതായത് ഷീറ്റ് കൊണ്ടുള്ള മേൽക്കൂരയാണ് ഈ കടകൾക്കെല്ലാം തന്നെ ഉള്ളത്, പ്രസ് ക്ലബ്ബ് പരിസരത്തെ കടകൾക്ക്. അതിന്റെ മുകളിലൂടെ കയറി ഈ ഷീറ്റ് തകർത്തതിന് ശേഷം കടയ്ക്കുള്ളിൽ കയറി സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടതിന് ശേഷം പണം കവരുകയായിരുന്നു ചെയ്തത്. ഒരു കടയിൽ ഇത്തരത്തിൽ ഇറങ്ങാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഇതിനെ തുടർന്ന് താഴെ ഇറങ്ങി ഷട്ടർ കുത്തി തുറന്നതിന് ശേഷം അകത്ത് കയറി ആ കടയിൽ ഉണ്ടായിരുന്ന 20ഓളം പാന്റുകളും ഷർട്ടുകളും ഒക്കെ എടുത്തു കൊണ്ടുപോയി എന്നാണ് വ്യാപാരി പറയുന്നത്. ഇത്തരത്തിലാണ് പ്രസ് ക്ലബ്ബ് പരിസരത്ത് ഇന്നലെ രാത്രി മോഷണം നടന്നത്. പയ്യാമ്പലത്തെ വൈൽഡ് കഫേയിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ 6 മണിയോട് കൂടിയാണ് മോഷണം നടന്നത്, ശ്രദ്ധയിൽപ്പെട്ടത്. അവിടെ ഈ ഒരു തൂമ്പ ഉപയോഗിച്ച് ഇതിന്റെ പൂട്ട് പൊളിച്ചതിന് ശേഷം മോഷ്ടാവ് അകത്ത് കയറിയെന്നാണ് സംശയിക്കുന്നത്. 1,02,000 രൂപയാണ് അവിടെ നിന്ന് മോഷണം പോയിരിക്കുന്നത്. ഈ ഉടമയുടെ പരാതിയെ തുടർന്ന് പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ ഈ വൈൽഡ് കഫേയിൽ ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഏതായാലും പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പ്രസ് ക്ലബ്ബ് പരിസരത്തെ കടകളിൽ കയറിയ മോഷ്ടാവിനെ സംബന്ധിച്ച് വ്യാപാരികൾ പറയുന്നത് 4 മാസം മുൻപ് ഇതേ സ്ഥലത്തുള്ള ഒരു കടയിൽ കയറി 50,000 രൂപ കവർച്ച ചെയ്തിരുന്നു. അതേ മോഷ്ടാവാണ് ഇത്തവണ വീണ്ടും മോഷണത്തിൽ എത്തിയിരിക്കുന്നത് എന്നാണ് വ്യാപാരികൾ പറയുന്നത്. ശരി, നിഖിലാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.